ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന യുദ്ധം ശക്തമാകുന്നതിനിടെ ഞായറാഴ്ച ഇറാൻ അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചു. ജെറുസലേമുമായി വാഷിംഗ്ടണുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഇറാൻ നടത്തിയത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സെജ്ജിൽ എന്ന മിസൈൽ പ്രയോഗിക്കുന്നത്. ഇറാനിയൻ വാർത്താ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് സെജ്ജിൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇറാൻ പ്രയോഗിക്കുന്നത്. ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ തയ്യാറാക്കാൻ മണിക്കൂറുകൾ സമയം വേണം. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാവുന്ന ഖര ഇന്ധന മിസൈലായ സെജ്ജിലിൻ്റെ പ്രയോഗം യുദ്ധം കൂടുതൽ കടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. സെജ്ജിൽ മിസൈലിൻ്റെ പ്രധാന സവിശേഷതയും ഈ ഖര ഇന്ധനം തന്നെയാണ്. സജ്ജിൽ, അഷൂറ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന സെജ്ജിൽ ഇറാൻ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത 2 ഘട്ടങ്ങളുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിലാണ് പെടുന്നത്. ഏകദേശം 700 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഈ മിസൈലിന് ശേഷിയുണ്ട്. ലിക്വിഡ് ഫ്യൂവൽ മിസൈലുകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ വിക്ഷേപിക്കാൻ സാധിക്കും എന്നതിനാൽ ശത്രുക്കൾക്ക് ഇത് കണ്ടെത്താനോ ഇത് തകർക്കാനോ ഉള്ള സമയം വളരെ കുറവായിരിക്കും. ഉയരത്തിൽ വച്ച് ദിശ മാറാനും പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനും കഴിയുന്നത് കൊണ്ടാണ് ഇതിന് ഡാൻസിംഗ് മിസൈൽ എന്നൊരു പേരും കൂടെ കിട്ടിയത്. ഏകദേശം 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുള്ള ഈ മിസൈലിന് 23,600 കിലോഗ്രാം ഭാരമുണ്ട്. 1990-കളിൽ നിർമ്മാണം ആരംഭിച്ച ഈ മിസൈലിൻ്റെ ആദ്യ പരീക്ഷണം നടന്നത് 2008-ലാണ്. ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും കഴിഞ്ഞ മാസം നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് യുദ്ധം രൂക്ഷമായത്. ഇതിന് തിരിച്ചടിയായി ഇസ്രയേലിനും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിൽ ഇതുവരെ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ ഭൂരിഭാഗവും ഇറാനിലാണ്. ഇറാനിലെ 15,000-ഓളം ലക്ഷ്യസ്ഥാനങ്ങൾ തങ്ങൾ തകർത്തതായി പെൻറ്റഗൺ അവകാശപ്പെടുന്നുണ്ട്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഏകദേശം 2,500 മറീനുകളുമായി USS ട്രിപ്പോളി ഈ മേഖലയിലേക്ക് എത്തുകയാണ്. അതേസമയം ദുബായ് വിമാനത്താവളത്തിന് നേരെ ഇറാൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിന് സമീപം വലിയ തീപിടുത്തമുണ്ടായി. യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇത്തരത്തിൽ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിടുന്നത്. മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാനും തീ അണയ്ക്കാനുമുള്ള അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ്റെ മിക്ക ആക്രമണ ശ്രമങ്ങളെയും പ്രതിരോധിക്കുന്നുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഉടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് UAE-യും സൗദി അറേബ്യയും ആവശ്യപ്പെടുന്നുണ്ട്. UAE പ്രസിഡന്റും സൗദി കിരീടാവകാശിയും ഫോണിലൂടെ ഇപ്പോഴത്തെ സാഹചര്യം ചർച്ച ചെയ്യുകയും ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് ഈ 2 രാജ്യങ്ങളുടെയും തീരുമാനം.